അധികം ഇൻട്രഡക്ഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് നേരെ നെയിൽ ടിപ്സ് പ്രെപ്പ് ചെയ്യുന്നതിലേക്ക് കടക്കാം. പ്രെപ്പിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ അണ്ടർ സൈഡ് നല്ലോണം എച്ച് ചെയ്ത് നല്ല റഫ് ആക്കണം. അതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളതിൽ ഗ്ലൂവോ നെയിൽ ടാപ്സോ യൂസ് ചെയ്ത് നെയിലിലേക്ക് സ്റ്റിക്ക് ചെയ്യുമ്പോൾ അതിനൊരു റഫ് സർഫസ് വേണം സ്റ്റിക്ക് ചെയ്യാനായിട്ട്. സ്മൂത്ത് ആണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഇളകിപ്പോവും. പിന്നെ നമ്മളൊരു ഹാൻഡ് ഫൈൽ വെച്ചിട്ട് ഇതിൻ്റെ എഡ്ജസ് ഒക്കെ ഒന്ന് ഈവൻ ആക്കും. ചില സമയം നമ്മുടെ കസ്റ്റമറിൻ്റെ നെയിലും നമ്മുടെ നെയിൽ ടിപ്പും തമ്മിൽ അലൈൻ ആവുന്നുണ്ടാവില്ല. ചിലപ്പോൾ ക്യൂട്ടിക്കിളിൻ്റെ ഷേപ്പും കാര്യങ്ങളും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ ഇത് നമ്മൾ കസ്റ്റമറിൻ്റെ നെയിലോട് മാക്സിമം അലൈൻ ആവുന്ന രീതിയിൽ അത് ഷേപ്പ് ചെയ്തെടുക്കണം. അതാണ് ഹാൻഡ് ഫൈൽ വെച്ച് നമ്മളിപ്പോൾ ചെയ്യുന്നത്. പ്രെപ്പിംഗ് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്കതെല്ലാം മൗണ്ട് ചെയ്താലോ. ഇനി പെയിൻറ്റിങ്. ഇത് നമ്മൾ ഹോൾ വീഡിയോയിൽ കാണിച്ചായിരുന്നു ഈ ഐറ്റം. അന്ന് ഞാൻ പറഞ്ഞില്ലേ ഫ്രഞ്ച് ടിപ്പിൻ്റെ ഒക്കെ അടിയിൽ ബേസായിട്ട് യൂസ് ചെയ്യാനായിട്ടാണ്. ഇതാണ് ഇതിൻ്റെ യൂസ്. കണ്ടോ, കുറച്ച് എമൗണ്ട് മതി. പക്ഷേ ആ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സർഫസ് നമ്മൾ ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യും. ഒപ്പേക്കാണെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഒരു ന്യൂഡ് ഫിനിഷിൽ ബേസ് ക്രിയേറ്റ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ബേസും സെറ്റായി. ഇനിയാണ് ഇൻട്രസ്റ്റിംഗ് പാർട്ട്, ക്യാറ്റ് ഐ. ആദ്യം നമ്മൾ ചെയ്യുന്ന ഒരു സിൽവർ പോളിഷ് ആട്ടോ. ഈ പോളിഷിൻ്റെ പാർട്ടിക്കിൾസ് ഭയങ്കര റെസ്പോൺസീവ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ക്ലിയർ ക്യാറ്റ് ഐ ഫിനിഷ് ഈ പോളിഷ് വെച്ചിട്ട് കിട്ടും. ഈ ക്യാറ്റ് ഐ പോളിഷിൻ്റെ ഫിനിഷ് വരുത്താൻ ഭയങ്കര രസമുള്ള പരിപാടിയാണ്. നമ്മൾ ആ മാഗ്നറ്റ് വെച്ചിട്ട് ഇതിൻ്റെ പല പാറ്റേൺസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സാധനം ചെയ്യുമ്പോൾ അത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കും. എന്തായാലും ആ സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇസ് എ പിങ്ക് ക്യാറ്റ് ഐ പോളിഷ്. ഈ സാധനം കണ്ടോ, ആ പോട്ടിൽ തന്നെ അതിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ. അതിങ്ങനെ മാഗ്നറ്റ് വെക്കുമ്പോൾ തന്നെ അത് മൂവ് ചെയ്യുന്നത് കണ്ടോ. പക്ഷെ ഈ പോളിഷില്ലേ മറ്റതിൻ്റെ അത്രയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഈസി അല്ല. അതിൻ്റെ പാർട്ടിക്കിൾസ് എനിക്കൊന്ന് കുറച്ചുകൂടെ തിക്കർ ആയതുകൊണ്ട് അതിപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അതൊരു പൊസിഷനിലേക്ക് വരുത്തണമെങ്കിൽ കുറച്ച് പാടാണ്. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട പൊസിഷനിലേക്ക് ഏകദേശം ആ ക്യാറ്റയെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി എല്ലാ നെയിൽസും ഇതേപോലെ കുറച്ച് ഫാസ്റ്റ് ഫോർവേഡിൽ സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ക്യാറ്റ് ഐ സ്റ്റെപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. നല്ല ഭംഗിയില്ലേ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇതിങ്ങനെ മൂവ് ചെയ്യുന്ന കാണാൻ. ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നതിന് മുന്നേ നമുക്കിതെല്ലാം മാറ്റ് ഫിനിഷ് ആക്കി എടുക്കണം. എന്നാലേ അടുത്ത സ്റ്റെപ്പ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ, അവിടെ എവിടെയും കുറച്ച് ഇപ്പോഴും തിളങ്ങിയിരിക്കുന്നത് കണ്ടോ. അത് റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് ആൽക്കഹോൾ വെച്ചിട്ട് ഇത് ഫുള്ള് വൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നോക്കിയേ, ആ ടാക്കി ലെയറെല്ലാം പോയില്ലേ. ഇനി ഒരു തിൻ ബ്രഷിൽ കുറച്ച് ജെൽ എടുത്ത് നമുക്ക് നമ്മുടെ 3D ഡിസൈൻ വരച്ചു കൊടുക്കാം. ലാസ്റ്റത്തെ നെയിലൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ ടെക്നിക്ക് തന്നെ നല്ലോണം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ആ എക്സാക്ട് പാറ്റേൺ എനിക്ക് ഈ നെയിലിലേക്കൊക്കെ വരുമ്പോഴാണ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഡിസൈൻ ചെയ്യുന്നത്.
3D ഡിസൈൻ ക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഒരു സ്റ്റിക്കി ലെയർ ഉണ്ടാവും. അത് റിമൂവ് ചെയ്യാൻ വീണ്ടും ആൽക്കഹോൾ വെച്ച് നമുക്ക് മൊത്തം വൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു സിലിക്കോൺ ബ്രഷിൽ ക്രോം പൗഡർ ആഡ് ചെയ്ത് ഇതിൻ്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്യാം. സിലിക്കോൺ ബ്രഷോ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഓൺ ഫിംഗർ ടിപ്സും യൂസ് ചെയ്യാം. ഞാനിത് രണ്ടും ഈ ഫുൾ വീഡിയോയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ സ്റ്റെപ്പ് എനിക്ക് കുറച്ചധികം ടെൻഷനുള്ള സ്റ്റെപ്പാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ക്യാമറ ഫോക്കസ്ഡ് ആണോ അല്ലേന്നൊന്നും ശ്രദ്ധിക്കാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ക്രോമിന് ഇഷ്ടമുള്ള പോലെ അവിടെ എവിടെയും പോയി അങ്ങ് സ്റ്റിക്ക് ചെയ്യും. നമുക്ക് കാണാൻ പോലും പറ്റിയെന്ന് വരില്ല അതെന്താണ് അവിടെ പോയി സ്റ്റിക്ക് ചെയ്തതെന്ന്. അത് റിമൂവ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ വീണ്ടും ആൽക്കഹോളിൽ വെച്ചിട്ട് വൈപ്പ് ചെയ്ത് കളയുകയാണ്. മറ്റേ സ്പഞ്ച് വെച്ചിട്ടും ബ്രഷ് വെച്ചിട്ടും പോവാത്ത പാർട്ടിക്കിൾസൊക്കെ ഇങ്ങനെ ചെയ്താലേ നമുക്ക് കളയാൻ പറ്റുള്ളൂ. ക്രോമൊക്കെ നമുക്ക് വേണ്ട രീതിയിലായി കഴിഞ്ഞാൽ നമുക്കിതെല്ലാം ഒരു ടോപ്പ് കോട്ട് വെച്ചിട്ട് സീൽ ചെയ്യാം. ഗ്ലോസി ടോപ്പ് കോട്ടാണ് നമ്മൾ ഫൈനലി യൂസ് ചെയ്യാം. That's it, we are done. പക്ഷെ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് ഇതിൽ. മനസ്സിലായെങ്കിൽ കമൻറ്റ് ബിലോ. ഇനി പാക്ക് ചെയ്യുന്നതിന് മുന്നേ സൈസ് എല്ലാം കറക്റ്റാണോ എന്ന് ഒന്നുകൂടെ ചെക്ക് ചെയ്യുന്നതാണ്. ഇങ്ങനെയാണ് ആക്ച്വലി സൈസ് ചെയ്യുന്നത്. ഇനി നമുക്ക് എല്ലാം പാക്ക് ചെയ്യാം. ഇതിൽ ക്യാമറ കവറായി പോയ കാര്യം ഞാൻ എഡിറ്റ് ചെയ്യാൻ നേരത്താണ് അറിയുന്നത്. നമുക്ക് ആദ്യം നമ്മുടെ പ്രസ്-ഓൺ പ്രെപ്പ് കിറ്റ് പാക്ക് ചെയ്യാം. ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു അസറ്റോണിൻ്റെ വൈപ്പ് കൊടുക്കുന്നുണ്ട്, ആൽക്കഹോളിൻ്റെ വൈപ്പ് കൊടുക്കുന്നുണ്ട്, മിനി ഹാൻഡ് ഫയൽ, മിനി ബഫിംഗ് ബ്ലോക്ക്, സ്റ്റിക്കി ടാബ്സ്, ക്യൂട്ടിക്കിൾ പുഷറായിട്ട് ഓറഞ്ച് വുഡ് സ്റ്റിക്സ്, ഇത്രയും സാധനങ്ങളാണ് കൊടുക്കുന്നത്. പക്ഷേ ഈ വീഡിയോ എടുത്തപ്പോൾ ഞാൻ ആൽക്കഹോൾ വൈപ്പും പിന്നെ മിനി ഫയലും വെക്കാൻ മറന്നുപോയി. അത് ഞാൻ പിന്നെ മെയിനായിട്ട് പാക്ക് ചെയ്യാൻ നേരത്താണ് അത് ഇൻസേർട്ട് ചെയ്തത്. അങ്ങനെ നമ്മുടെ പ്രിസോൺ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. പിന്നെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ അറിയിക്കുക. ആൻഡ് ഈ വീഡിയോ ഇഷ്ടമാകുമെന്ന് തോന്നുന്ന സുഹൃത്തുക്കൾക്ക് അത് അയച്ചു കൊടുക്കുക. താങ്ക് യു.